ഹായ് നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വറുത്തരച്ച മുട്ടക്കറിയാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നിറയെ ചോറിനാനായിട്ട്. ഇനി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ 4 മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെക്കാം. ഇനി അരമുറി ചിരകിയെടുത്ത തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ നിറമായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയിലെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുത്ത ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം വീണ്ടും നന്നായി ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടപ്പ് തുറന്ന് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ മസാല കൂട്ട് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഇനി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി വറുത്തൊഴിക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയിട്ട് മൂപ്പിക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. Thank you for watching.